എല്ലാവർക്കും നമസ്കാരം. രാമായണം 7-ാം ദിവസം. വാൽമീകിയുടെ പൂർവകഥ. ചിന്മയനായ നിൻ നാമമഹിമയാൽ താൻ ബ്രഹ്മമുനിയായി തീർന്ന കഥ വാൽമീകി ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിച്ചു. മുൻപ് കിരാതന്മാരോട് ചേർന്ന് തീർത്തും മര്യാദ കെട്ട ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. പേരിൽ മാത്രമായിരുന്നു ബ്രാഹ്മണ്യം. ബ്രഹ്മകർമ്മങ്ങളൊന്നും ചെയ്തിരുന്നില്ല. ഒരു നാൾ കാട്ടിൽ വെച്ച് സപ്തർഷികളെ കാണാനിടയായി. അവരുടെ വസ്ത്രാദികൾ അപഹരിക്കാനായി ഓടിച്ചെന്നു. കുടുംബം പോറ്റാനായി മോഷണം നടത്തുക പതിവായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നീ ചെയ്യുന്ന പാപങ്ങളിൽ നിൻ്റെ കുടുംബത്തിനും പങ്കുണ്ടോ? ആ പാപഫലം അവരും അനുഭവിക്കുമോ? ഞാൻ എൻ്റെ കുടുംബത്തിൽ ചെന്ന് ഉത്തരമറിഞ്ഞു വരുവോളം അവർ കാത്തുനിന്നു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. ഒരാൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അയാൾ തന്നെ അനുഭവിക്കണം. മറ്റാർക്കും അതിൽ പങ്കില്ല. എൻ്റെ ഭാര്യയും മക്കളും വ്യക്തമാക്കി. അത് കേട്ടതും എൻ്റെ ബുദ്ധി തെളിഞ്ഞു. ഞാൻ താപസന്മാരുടെ കാൽക്കൽ ശരണം പ്രാപിച്ചു. അവർ എനിക്ക് രാമനാമം ഉപദേശിച്ചു. ഞാൻ ഭക്തിപൂർവ്വം രാമനാമം ജപിച്ച് നാൾ കഴിച്ചു. സഹസ്രയുഗം കടന്നുപോയതറിഞ്ഞില്ല. മൺപുറ്റ് വന്ന ഉടലാകെ മൂടി. അങ്ങനെ ഒരു ദിവസം സപ്തർഷിമാർ വീണ്ടും ആ വഴി വന്നു. മൺപുറ്റിൽ നിന്ന് അവരാണ് എന്നെ പുറത്തേക്കെടുത്തത്. വാൽമീകത്തിൽ നിന്നും ജനിക്കയാൽ അവർ എനിക്ക് വാൽമീകി എന്ന പേരും നൽകി. രാമനാമത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഞാൻ ബ്രഹ്മമുനിയായി തീർന്നത്. വാൽമീകി കഥ പറഞ്ഞ് നിർത്തി. ഇന്ന് എൻ്റെ ജന്മം സഫലമായി. അങ്ങയെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായല്ലോ. മുനിയുടെ നിർദ്ദേശമനുസരിച്ച് ചിത്രകൂടത്തിൻ്റെ താഴ്വരയിൽ ഗംഗാതീരത്തായി അതിമനോഹരമായൊരു പർണശാല നിർമ്മിച്ച് ജാനകിയോടും ലക്ഷ്മണനോടും കൂടി രാമൻ താമസം തുടങ്ങി. രാമനെയും സീതയെയും ലക്ഷ്മണനെയും കാട്ടിൽ വിട്ട് സുമന്ത്രർ നാട്ടിൽ തിരിച്ചെത്തി. മകൻ്റെ വിവരങ്ങൾ അറിയാൻ വേദനയോടെ കാത്തിരുന്ന മഹാരാജാവിനോട് മന്ത്രി കാര്യങ്ങൾ വിശദമായി ഉണർത്തിച്ചു. രാജകുമാരന്മാരും ജാനകിയും അവരുടെ നമസ്കാരങ്ങൾ അവിടുത്തെ അറിയിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് ആരും ഒരു തരത്തിലും ദുഃഖിക്കരുത് എന്ന് ശ്രീരാമചന്ദ്രൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഗുഹനോടുകൂടി തോണി കയറി 3 പേരും മറുകരയെത്തുന്നത് വരെ താൻ നോക്കി നിന്നു. താൻ സ്വയം ഒരു ശവശരീരം കണക്കായി. 4-5 നാഴിക കഴിഞ്ഞപ്പോഴാണ് സുബോധം വേണ്ടി കിട്ടിയത്. സുമന്ത്രരുടെ വാക്കുകൾ കൗസല്യയുടെ ദുഃഖം വീണ്ടും അണപൊട്ടിയൊഴുകി. കൈകേയിയുടെ മകന് രാജ്യം കൊടുത്താൽ പോരായിരുന്നോ? എൻ്റെ മകനെ എന്തിനു കാട്ടിലയച്ചു? ഉണ്ണിൽ കൊള്ളിവെക്കരുതേ, ദശരഥൻ മഹാറാണിയോട് അപേക്ഷിച്ചു. പഴയൊരു ശാപം. അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ആ ശാപത്തിൻ്റെ കഥ രാജാവ് രാജ്ഞിയെ കേൾപ്പിച്ചു. കാട്ടിൽ നായാടി നടന്ന ഒരു രാത്രി ആന വെള്ളം കുടിക്കുന്ന ശബ്ദം എന്ന് കരുതി അമ്പെയ്തു. ആറ്റിൽ നിന്നും കുടം കൊണ്ട് വെള്ളം മുക്കിയെടുക്കുന്ന ഒരു മുനികുമാരൻ്റെ നെഞ്ചിലാണത് തറച്ചത്. അന്ധരും വൃദ്ധരുമായ മാതാപിതാക്കളുടെ ദാഹം തീർക്കാൻ വെള്ളമെടുക്കാൻ വന്നതായിരുന്നു ആ ബാലൻ. അവൻ്റെ അപേക്ഷപ്രകാരം ഞാൻ അമ്പ് പറിച്ചെടുത്തു. കുട്ടിയുടെ പ്രാണൻ പോയി. ദാഹജലം കാത്തിരുന്ന വൃദ്ധ ദമ്പതികൾക്ക് ഞാൻ വെള്ളം കൊണ്ടു ചെന്ന് കൊടുത്തു. എനിക്ക് പറ്റിയ കയ്യബദ്ധം അവരെ അറിയിച്ചു. മകൻ്റെ മരണവാർത്തയറിഞ്ഞ് അവർ വിലപിച്ചു. അവർ എന്നെ ശപിച്ചു. പുത്രശോകത്തിൽ മരിക്കുക. അവരുടെ ആവശ്യപ്രകാരം ഞാൻ ചിതയൊരുക്കി. ആ ചിതയിൽ ചാടി അവർ 2 പേരും പ്രാണൻ വെടിഞ്ഞു. രാമലക്ഷ്മണന്മാരെയും സീതയെയും വിളിച്ച് ദശരഥൻ വാവിട്ട് കരഞ്ഞു. രാജീവ നേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു സുരാലയം. അങ്ങനെ ദശരഥ മഹാരാജാവ് ചരമമടഞ്ഞു. അയോധ്യ മുഴുവൻ ഇരുളിലായി. രാജ്യം തൽക്കാലം അനാഥമായിരിക്കുന്നു. ഉടനെ ഭരതശത്രുഘ്നന്മാരെ വരുത്തണം. വസിഷ്ഠൻ മന്ത്രിമാരുമായി ആലോചിച്ചു. മഹാരാജാവിൻ്റെ ജഡം കേടുവരാതിരിക്കാൻ എണ്ണത്തോണിയിൽ മുക്കിവെച്ചു. ദൂതന്മാർ അറിയിച്ചത് പ്രകാരം ഭരതശത്രുഘ്നന്മാർ താമസം വിന അയോധ്യയിലെത്തി. യാത്രക്കിടയിൽ പലതരം ദുശ്ചിന്തകൾ അവരെ അലട്ടി. അയോധ്യയിൽ എത്തിയത് എപ്പോഴാ? നഗരമാകെ ശബ്ദഹീനം. പതിവുള്ള അലങ്കാരങ്ങളില്ല. സന്തോഷപ്രകടനങ്ങളില്ല. ഓരോ മുക്കുമൂലയും ശോകമൂകം. മഹാരാജാവ് സ്വർഗം പൂകിയ വാർത്ത കൈകേയി മാതാവാണ് ഭരതശത്രുഘ്നന്മാരെ അറിയിച്ചത്. തുടർന്ന് ഉണ്ടായതെല്ലാം രാജ്ഞി സാവധാനം മകനെ ധരിപ്പിച്ചു. ഇനി നീയാണ് അയോധ്യയിലെ രാജാവ്. അച്ഛൻ്റെ സത്യം പാലിക്കാൻ രാഘവൻ കാട്ടിലേക്ക് പോയി. സീതയും ലക്ഷ്മണനും അവനെ അനുഗമിച്ചു. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു കൈകേയിയെ സംബന്ധിച്ചിടത്തോളം ഭരതൻ്റെ പ്രതികരണം. ദുഷ്ടേ, ഭയങ്കരി. മകൻ അമ്മയെ ശകാരിച്ചു. നിന്റെ ഗർഭത്തിൽ ജനിച്ച മഹാപാപിയാണല്ലോ ഞാൻ. വല്ല വിധത്തിലും മരിച്ചാൽ മതി എന്ന ചിന്തയായി ഭരതന്. ദുഃഖവും കുറ്റബോധവും അത്രയ്ക്കും ആ മനസ്സിനെ പൊള്ളിച്ചു. പക്ഷേ കൗസല്യ മാതാവ് ഭരതനെ ആശ്വസിപ്പിച്ചു. ഓർത്താലൊക്കെ വിധിഫലം മാത്രമാണ്. ഭരതൻ്റെ നിരപരാധിത്വത്തിൽ കൗസല്യയ്ക്ക് സംശയമുണ്ടായിരുന്നില്ല. ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. പാപഭാരത്താൽ കാൽക്കൽ വീണ് കരയുന്ന ഭരതനെ ദേവി ഗാഢഗാഠം പുണർന്നു.
വസിഷ്ഠ മഹർഷി ഭരതനെ തോളിൽ തട്ടി എഴുന്നേൽപ്പിച്ചു. കരച്ചിൽ മതിയാക്കൂ. മനുഷ്യന് അനുവദിച്ചിട്ടുള്ള എല്ലാ സുഖങ്ങളും രാജകീയമായ സകല ഭോഗങ്ങളും അനുഭവിച്ചതിന് ശേഷമാണ് ദശരഥൻ ചരമം പ്രാപിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. ജന്മമുണ്ടെങ്കിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും വരും നിർണയം. മനുഷ്യർ ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതുവസ്ത്രങ്ങൾ കൈക്കൊള്ളുന്നു. അതുപോലെ ആത്മാവും പഴകിയ ദേഹങ്ങൾ ഉപേക്ഷിച്ച് പൂർണ്ണ ശോഭയുള്ള നവദേഹങ്ങൾ സ്വീകരിക്കുന്നു. ഇത് ദുഃഖിക്കാനുള്ള സമയമല്ല. മേൽ നടപടികളിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഗുരുവചനം കേട്ട് ഭരതൻ്റെ മനസ്സുണർന്നു. പിതാവിൻ്റെ സംസ്കാര കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ച് വേണ്ടതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്തു. വസിഷ്ഠൻ മന്ത്രിമാരോടുകൂടി ഭരതനെ സമീപിച്ചു. ഇനി മന്ത്രപൂർവ്വം നിന്റെ അഭിഷേകം നടത്തണം. കൂടുതൽ വൈകിച്ചുകൂടാ. ഭരതൻ ഭക്തിപൂർവ്വം ഗുരുവിനെ വണങ്ങി. ക്ഷമിക്കണമെന്ന അപേക്ഷയോടെ സ്വന്തം തീരുമാനം അറിയിച്ചു. അയോധ്യയുടെ രാജാവ് രാമനാണ്. നാളെ പുലർച്ചയ്ക്ക് തന്നെ രാമനെ വരുവാനായി ഞാൻ കാട്ടിലേക്ക് പോകും. അമ്മമാരും ആചാര്യന്മാരും അടക്കം എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. രാമൻ അയോധ്യയിൽ മടങ്ങിയെത്തും വരെ ഞാനും താപസനായി കഴിയും. ഭൂമിയിലെ ശയിക്കൂ, വൽക്കലമേ ധരിക്കൂ, ഫലമൂലങ്ങളെ കഴിക്കൂ. ഭരതൻ്റെ തീരുമാനം എല്ലാവരുടെയും ഉള്ളു നിറച്ചു. നന്നായി, നന്നായി. എല്ലാവരും ഒരേ സ്വരത്തിൽ കുമാരനെ അഭിനന്ദിച്ചു. ചിത്തേ, നിനക്കിത് തോന്നിയത് എന്ത് അത്ഭുതം! ഭരതൻ രാമനെ കൂട്ടിക്കൊണ്ടുവരുമോ? രാമൻ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ അടുത്ത ദിവസം കാണാം.